ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഞാൻ ഈ അറപ്പലിനെ കുറിച്ച് ഇനി പറയരുതെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ മൊബൈൽ തുറന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എന്താണ് അവർ പറയുന്നത്? ഏത് സ്ത്രീക്കാണ് നീതി കിട്ടിയിട്ടുള്ളതെന്നാണ് അവർ ചോദിക്കുന്നത്. എന്തൊക്കെ പറയുന്നു? അവർ എവിടുന്നാണ് വരുന്നത്? അവർ ജീവിക്കുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല അവർ ജീവിക്കുന്നത്. വേറെ വല്ല ലോകത്തുനിന്നും വരികയാണോ? വല്ല അന്യഗ്രഹത്തുനിന്നും വരികയാണോ? ഇവിടെ വന്നതാണോ ഇവിടേക്ക്? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എൻ്റെ അറപ്പലെ, എത്ര പുരുഷന്മാർക്ക് ഇവിടെ നീതി കിട്ടിയിട്ടുണ്ട്? ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഒരു പ്യൂണിനറിയോ? കുറച്ച് വർഷം മുന്നേ 8.5 മാസത്തോളം ജയിലിലിട്ട ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഒരു പ്യൂണുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ക്ലിപ്പ് കാണിച്ചു, ഒന്ന് കണ്ടു നോക്ക്. നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. ഒരു തെറ്റും ചെയ്യാതെ 8.5 മാസം ജയിലിൽ കിടന്ന മനുഷ്യനാണത്. ഒരു പെൺകുട്ടി പറയണ് എന്നെ പീഡിപ്പിച്ചു. പോലീസ് വന്നിട്ട് എന്താ സംഭവിച്ചെന്ന് പോലും ചോദിക്കാതെ ആ വയോധികനെ, നിരപരാധിയായ മനുഷ്യനെ 8.5 മാസക്കാരാണ് ജയിലിലിട്ടത്. നവംബർ 8-ാം തീയതി പോലീസ് വന്ന് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്ന് ചോദിച്ചൊന്നുമില്ല. ആദ്യ സംഭവമാണ് ഞാനൊരു പോലീസൊക്കെ അത് തന്നെയല്ല, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനായിരുന്നു. അത് കാരണം എന്നെക്കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. പ്രതി നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴി മാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. ഇങ്ങനെ സംഭവിച്ച എത്ര സ്ത്രീകളുണ്ട് ഈ ലോകത്ത്? ഒന്ന് പറഞ്ഞതാ എൻ്റെ അറപ്പലെ. മുന്നിലൊരു ക്യാമറ ഇരിക്കുന്നുണ്ട്, കൈയടിക്കാൻ കുറച്ച് പേരുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയണം. ട്യൂബിന്റെ വെളിച്ചവും ഫാനിന്റെ കാറ്റും പിന്നെ കുറ്റപത്രം വായിക്കാണ്ട് ഇവിടെ കൊണ്ടുവന്ന അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8.5 മാസം കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? ലോകത്തുള്ള പുരുഷന്മാർ മൊത്തം മോശമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ജീവിതത്തില് അതൊന്നും നടത്തില്ല, തിരിച്ചിട്ടത്തില്ല. ഒന്നും വായിൽ വരുന്ന വെഡിത്തരങ്ങളൊക്കെ ഭയങ്കര ശബ്ദത്തിൽ ഒച്ചയിൽ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സത്യമാണെന്നാണോ ഇവരെ പോലുള്ള അറപ്പലിനെ പോലുള്ള ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിച്ചിട്ട് ഭയങ്കരമായിട്ട് പുരുഷന്മാർ മൊത്തം തെറ്റാണ്, നിങ്ങളാണോ കോടതി, നിങ്ങളാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ഭയങ്കര സംഭവമായിട്ട് ആളുകൾ പിന്നെ എന്താ പറയുക കേട്ടോണ്ടിരിക്കുന്നതാണോ വിചാരിച്ചിരിക്കുന്നത്? അതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ അറപ്പലെ, എവിടെയാണ് നിങ്ങളൊക്കെ? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു സ്ത്രീ വന്ന് ഒരു പുരുഷനെതിരെ ജസ്റ്റ് ഒരു പരാതി പറഞ്ഞാൽ മതി, അയാളെ അപ്പം അറസ്റ്റ് ചെയ്തിട്ട് അയാളെ ഭാഗം പോലും കേൾക്കാതെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാലത്ത് നാട്ടിലും ആ കാലഘട്ടത്തുമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അവിടെയാണ് അവർ വന്ന് പറയുന്നത് സ്ത്രീക്ക് നീതി കിട്ടുന്നില്ല എന്ന്. പുരുഷന് എവിടെയോ നീതി കിട്ടുന്നത്? ഇതേപോലെ കുറച്ച് പേര് വന്ന് സംസാരിക്കാൻ, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഇതാ 1-2 വർഷമായിട്ടുള്ളൂ. ഇതിൻ്റെ മുന്നൊക്കെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. ആദ്യമൊക്കെ പേടിയായിരുന്നു എല്ലാവർക്കും. ഒരു പുരുഷൻ നിരപരാധി ആണെങ്കിൽ കൂടി സംസാരിക്കാൻ പേടിയായിരുന്നു. സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തുമോ, വേണ്ട. ആ സമയത്തൊക്കെ എത്ര വ്യാജ ആരോപണങ്ങളുണ്ടെന്നറിയോ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ? എത്ര പേരെ, അതായത് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കള്ളങ്ങൾ പറയുന്നുണ്ടെന്ന് അറിയോ? എല്ലാവരും അല്ല പറയുന്നത്, ഞാൻ കുറച്ച് പേരെ കുറിച്ച്, ഈ അറപ്പലിനെ പോലുള്ള കുറച്ച് പേരെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരും ഞാൻ ആക്ഷേപിക്കുന്നില്ല, അങ്ങനെ ഞാൻ ചെയ്യൂല. കുറച്ച് മുന്നേ വരെ പുരുഷന്മാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പേടിയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തുമോ, എല്ലാവരും കൂടെ കല്ലെറിയോ എന്നുള്ളത്. പക്ഷെ ഗതികെട്ട് എന്താ പറയുക, സഹിക്കെട്ടിട്ടാണ് ഈ പുരുഷന്മാർ പ്രതികരിച്ച് തുടങ്ങിയത്. മനസ്സിലായില്ലേ? പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ ഈ കാലിക്കറ്റ് നടന്ന ആ ഇൻസിഡൻറ്റിൽ അവർ പാവപ്പെട്ട ഒരു നിരപരാധി ആത്മഹത്യ ചെയ്ത്, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ സ്ത്രീയെ ഇരവാദം മുഴക്കി വരണം. ആ സ്ത്രീ പാവമാണ്, ആ സ്ത്രീയെ ഒറ്റപ്പെടുത്തുന്നു, കല്ലെറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്താ അറിയോ, ഇവർക്ക് ചെറിയൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇനി നോക്കിക്കോ, ആ ആത്മഹത്യ ചെയ്ത ആ പാവത്തിനെ ഇവർ പിന്നെ കുറ്റവാളിയാക്കി മാറ്റും. ഇവരൊക്കെ ഉദ്ദേശം ഇതാണ്. ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല സൊസൈറ്റീൻ്റെ അടുത്ത്. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറേ ഇങ്ങനെ സംസാരിക്കണം. ഇവരുടെ വിചാരം ഇങ്ങനെ ഭയങ്കര കണ്ണടക്കം വെച്ച്, അത് വേറെ തന്നെ കണ്ണടക്കം വെച്ചിട്ട്
പക്ക എന്താ ആ ഒരു ലുക്ക്, ഈ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ആ ഒരു ലുക്കിൽ വരണമെന്ന് വിചാരിച്ചായിരിക്കും. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ അറപ്പിൽ വന്നിരുന്നതോടുകൂടി ആ പ്രോഗ്രാം കാണാനുള്ള മൂഡ് തന്നെ പോയിട്ടോ. കാരണം ഒരു ലോജിക്കും ഇല്ലാതെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ